ഹോം തിയേറ്ററിലും ടി വിയിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന TDA 2030 എന്ന് പറഞ്ഞ IC വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് ചെയ്യണത്. ആദ്യം തന്നെ IC ഒരു ഹീറ്റ് സിങ്കിലേക്ക് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. $100K 3 റെസിസ്റ്ററാണ് നമ്മൾ എടുത്തേണ്ടത്. അത് ഇതേപോലെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇത് 4.7K റെസിസ്റ്ററാണ്. ഇത് രണ്ടാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. $150K റെസിസ്റ്ററാണ് നമ്മൾ എടുത്തേണ്ടത്. ഇത് നാലാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അടുത്തായിട്ട് 2.2 UFൻ്റെ കപ്പാസിറ്ററാണ്. ഇത് മൂന്നാമത്തെ പിന്ന് നെഗറ്റീവും രണ്ടാമത്തെ പിന്ന് പോസിറ്റീവും വരുന്ന രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഒന്നാമത്തെയും മൂന്നാമത്തെയും റെസിസ്റ്ററിൻ്റെ എൻഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇതേപോലെ തന്നെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും റെസിസ്റ്ററിൻ്റെ എൻഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നാലാമത്തെ റെസിസ്റ്റർ രണ്ടാമത്തെ പിന്നിലേക്ക് മടക്കി വെച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി 220 UFൻ്റെ കപ്പാസിറ്റർ മൂന്നാമത്തെ പിന്ന് നെഗറ്റീവും അഞ്ചാമത്തെ പിന്ന് പോസിറ്റീവും വരുന്ന രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. $1 ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് ICയുടെ ഒന്നാമത്തെ പിന്നിലേക്ക് നെഗറ്റീവ് എന്ന വിധത്തിൽ സോൾഡർ ചെയ്ത് വയ്ക്കുക.
ഇനി ബാക്കിയുള്ളത് 470 UFൻ്റെ ഒരു കപ്പാസിറ്ററാണ്. അത് ഐ സിയുടെ 4ാമത്തെ പിന്നിലേക്ക് പോസിറ്റീവ് എന്ന രീതിയിൽ സോൾഡർ ചെയ്ത് വയ്ക്കുക. ഈ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള നെഗറ്റീവ് കണക്ഷൻ വരുന്നത് 3ാമത്തെ പിന്നിലാണ്. ഐ സിയുടെ 5ാമത്തെ പിന്നിലേക്ക് ഒരു റെഡ് വയർ സോൾഡർ ചെയ്ത് വയ്ക്കാം. അതായിരിക്കും 12 വോൾട്ട് പോസിറ്റീവ് കൊടുക്കേണ്ടത്. ഐ സിയുടെ 1ാമത്തെ പിന്നിൽ കൊടുത്തിരിക്കുന്ന 1 UFൻ്റെ കപ്പാസിറ്ററിൽ നിന്നാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ പോണത്. 4ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കാണ് സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഓക്സ് കേബിൾ എടുത്ത് കണക്ട് ചെയ്തിട്ട് മൊബൈൽ ഫോണിലേക്ക് കുത്തിയാൽ മതി. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഈ സർക്യൂട്ടിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ ഓക്സ് ഇൻപുട്ടിനായിട്ട് ഉപയോഗിച്ചേക്കാണ്. ഫോണിലേക്ക് ഡയറക്റ്റ് വയർ കുത്താണ്ട് തന്നെ നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യണത്. ഈ സെയിം ഐ സി വെച്ചിട്ടുള്ള ഒരു ഡുവൽ സപ്ലൈ സർക്യൂട്ടാണിത്. അപ്പോൾ ഇതേപോലെ ഒരു PCBയിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.